ആക്കിയിട്ട് അതിനെ ചുരുക്കാനും പറ്റും. ഇതാണ് അതിന്റെ കാര്യം. ഇനി അതേ സന്ദർഭത്തിൽ നോമ്പ് എന്ന് പറഞ്ഞു. നോമ്പ് നിർബന്ധമായി നോൽക്കേണ്ട ഒരു സമയമുണ്ട്. അത് റമദാനിലാണ്. റമദാൻ അല്ലാത്തപ്പോഴോ നിങ്ങൾക്ക് നോൽക്കാം. അഥവാ നോറ്റിട്ടില്ലെങ്കിൽ നിങ്ങൾ കുറ്റക്കാരൊന്നുമല്ല. അങ്ങനത്തെ കുറച്ച് സമയങ്ങളുണ്ട്. നോറ്റാ തെറ്റാകുന്നത് പോലെ നോൽക്കാം, അതാണ് നല്ലത്. നോൽക്കാതിരുന്നാൽ കുറ്റക്കാരാവില്ല. അതിൽപ്പെട്ടതാണ് സിത്തുമ്മിൻ ഷവ്വാൽ, ഷവ്വാലിൽ നിന്ന് 6 ദിവസം. അതുപോലെ തന്നെ അറഫാ ദിവസം, ഹജ്ജിന് പോകാത്ത ആളുകൾക്ക് അറഫാ ദിവസം. അതുപോലെ ആഷൂറാ, തസുആ. അതുപോലെ തന്നെ അയ്യാമുൽ ബീദ് 13, 14, 15 അറബി മാസത്തിലെ. അതുപോലെ തന്നെ അതിലും കൂടുതൽ ഒരാൾ നോൽക്കുകയാണെങ്കിൽ യൗമുൽ ഇസ്നൈൻ, യൗമുൽ ഖമീസ്. ഈ സമയം ഇതൊക്കെ വെറുതെ ഒരു കൊട്ടക്കണക്കിന് വെറുതെ പറഞ്ഞിരിക്കുക. നിങ്ങൾ അന്ന് നോറ്റോളി. മറ്റൊരാൾ വന്ന് നബി ചോദിച്ചപ്പോൾ ഈ അന്ന് നോറ്റോ, ഇങ്ങനെ നബിക്ക് തോന്നിയത് പറഞ്ഞതാണ് എന്ന് തോന്നുന്നുണ്ടോ? ഈ സമയം ഇതൊന്നുമല്ല. സമയത്തിന് അതിൻ്റെതായ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് നിങ്ങൾ നോക്കിക്കോളി. അത് നമ്മൾ നോക്കുക. സമയത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോല സമയങ്ങളുണ്ട്, ഗാഢ സമയങ്ങളുണ്ട്, ദുർബല സമയങ്ങളുണ്ട്, ഒരിക്കലും പാടില്ലാത്ത സമയമുണ്ട്, ആകാവുന്നതുണ്ട്, എന്നാൽ നിർബന്ധമാകുന്ന സമയങ്ങളുണ്ട്. ചെയ്യുകയാണെങ്കിൽ നിർബന്ധമായി ചെയ്യേണ്ട സമയങ്ങൾ, ചെയ്യാതിരിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ നിർബന്ധമായും ചെയ്യാൻ പറ്റാത്ത സമയങ്ങളുണ്ട്. അതുപോലെ തന്നെ ആകാതിരിക്കാം, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാം, നല്ലതാണ്, ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷയില്ല. ചെയ്യാൻ പറ്റാത്ത മൻഹിയത്താണെങ്കിൽ ചെയ്യാതിരിക്കുകയാണ് വേണ്ടത്, ചെയ്തു പോയാൽ കുറ്റമില്ല എന്ന് പറയുന്നതുണ്ട്. അതുപോലെ തന്നെ ഒരു കാരണവശാലും പാടില്ലാത്തത്. ഇങ്ങനെ സമയങ്ങളെ 3ആക്കി തിരിച്ചിട്ടുണ്ട്. ഇപ്പോ റമദാനിലെ നോമ്പ്, ആ നോമ്പ് നിർബന്ധമാണ്. അത് നോമ്പ് നിർബന്ധാക്കാൻ പറഞ്ഞാൽ സമയത്തിലെ ഏറ്റവും ഗാഢമായ സമയം റമദാനിലാണ് ഇരിക്കുന്നത്. റമദാനിലെ തന്നെ ഏത് സമയത്താണ്? അവസാനത്തെ 10ലാണ് ഇരിക്കുന്നത്. അവസാനത്തെ 10 ഏതെന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടില്ല. അള്ളാഹ് അത് ഉദ്ദേശിച്ചിട്ടില്ല. അത് ഇതിന് മാത്രമല്ല, വേറെ പല വിഷയങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വെളിപ്പെടുത്തി തരാതെ വിട്ട മസലകളുണ്ട്. ആ മസായിലുകളിൽ നമുക്ക് അള്ളാഹു വെളിപ്പെടുത്തി തരാതെ അള്ളാഹ് നമ്മളിൽ നിന്ന് മറച്ചുവെച്ച വിഷയങ്ങളിൽപ്പെട്ട മസായിലുകളിൽപ്പെട്ടതാണ് ലൈലത്തുൽ ഖദ്ർ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഒറ്റപ്പെട്ട രാവ് എന്ന് പറഞ്ഞാൽ ഷെയ്ഖുൽ ഇസ്ലാം അതിനെ സംബന്ധിച്ചിടത്തോളം ഫത്താവെ പറയണത് ഹദീസ് 2 രൂപത്തിലും വന്നിട്ടുണ്ട്. ഹദീസ് 2 രൂപത്തിലും വന്നിട്ടുണ്ട്. ഒന്ന്, ഒറ്റപ്പെട്ട രാവുകൾ എന്ന് പറയുന്നത് അത് ഇവിടുന്ന് ആകുമ്പോ 21-ാം രാവ്, 20ന്റെ നോമ്പ് അവസാനിച്ച രാവ്. അതുപോലെ തന്നെ 20, പിന്നെ 21 22ന്റെ അന്ന് നോമ്പ് അവസാനിച്ച രാവ്, 24ന്റെ അന്ന് നോമ്പ് 24ാമത്തെ നോമ്പ് അവസാനിച്ച 25ാം രാവ്, പിന്നെ 26ന്റെ നോമ്പ് പകൽ അവസാനിച്ചത് 27ാം രാവ്. ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ഒറ്റയാകുന്നത്. ഒരു ഹദീസിൽ താസിയത്തൻ തബ്ഖ, അതുപോലെ തന്നെ സാബിയത്തൻ തബ്ഖ, ഹാമിസത്തൻ തബ്ഖ. ഇനി അവിടുന്ന് ഇങ്ങോട്ട് എണ്ണി പോന്നിട്ടുണ്ട്. 30ൽ നിന്ന് ഇത്ര ബാക്കിയാകുമ്പോൾ, 9 ബാക്കിയാകുമ്പോൾ, 7 ബാക്കിയാകുമ്പോൾ, 5 ബാക്കിയാകുമ്പോൾ എന്ന് പറഞ്ഞിട്ട് എണ്ണിയിട്ടുണ്ട്. ആ എണ്ണം അറബിയിലെ 30 കണക്ക് കൂട്ടി എണ്ണി വരുന്ന സമയത്ത് ഇവിടുന്ന് അങ്ങോട്ട് എണ്ണുമ്പോൾ ഈവണായ സംഖ്യ അവിടുന്ന് ഇങ്ങോട്ട് എണ്ണുമ്പോൾ അത് ഓടായിത്തീരും. ഇവിടുന്ന് അങ്ങോട്ട് എണ്ണുമ്പോൾ ഇരട്ടയായ സംഖ്യ അവിടുന്ന് ഇങ്ങോട്ട് എണ്ണുമ്പോൾ ഒറ്റയായിത്തീരും. അപ്പൊ ഫലത്തിൽ എന്ത് വരും എന്നറിയോ? ഫലത്തിൽ എന്ത് വരും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ രാവുകൾ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് ഒറ്റരാവായത് അവിടുന്ന് ഇങ്ങോട്ട് ഇരട്ടരാവാകും. ഇവിടുന്ന് അങ്ങോട്ട് ഇരട്ടരാവായത് അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അത് ഒറ്റരാവുമാകും. അപ്പൊ 2ലും വരാം. ഇനി അതിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവസാനത്തെ 7 ദിവസങ്ങൾ സബുഉൽ അവാഖിർ പ്രത്യേകം ശ്രദ്ധിച്ചോളി. ആ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ സ്വഹാബത്ത് വന്നിട്ട് പറയുന്നു, നബിയെ ലൈലത്തുൽ ഖദ്ർ ഇന്നലെ ഈ കഴിഞ്ഞ രാത്രി ലൈലത്തുൽ ഖദ്ർ ആയിരുന്നു എന്ന് എനിക്ക് പിന്നെ എന്തായിട്ട് ഉറക്കില് സ്വപ്നത്തിൽ കാണിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതില് വെള്ളത്തിലും ചളിയിലുമായി സുജൂദ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ നബി സ്വഹാബത്ത് വന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ സ്വപ്നവും അവർക്ക് ഉണ്ടായിട്ടുള്ള ആ തോന്നലും അത് ശരിവെച്ചു. അത് 21-ാം രാവിലെ വരുന്നു. അത് 21-ാം രാവിലെ വരുന്നു. എല്ലാ വർഷവും 21-ാം രാവിലെ വരുന്നോ, അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് എണ്ണുന്ന ഒറ്റരാവുകളെ മാത്രം ഒറ്റരാവുകളായി കണക്കാക്കിയാൽ മതിയെന്നോ നമുക്ക് പറയാൻ പറ്റൂല. അതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ എല്ലാ വർഷവും 21-ന് വരില്ല. ചില വർഷം 23-ന് വരാം, ചില വർഷം 25-ന് വരാം, ചില വർഷം 27-ന് വരാം, ചില വർഷം 29-ാം രാവിന് വരാം. അത് ഇവിടുന്ന് അങ്ങോട്ട് പിടിക്കുന്ന ഒറ്റരാവ് പോലെ അവിടുന്ന് ഇങ്ങോട്ടാണെങ്കിൽ അത് ചിലപ്പോൾ എന്താന്ന് ചോദിച്ചാൽ ഇരട്ടയായിരിക്കും, ചിലപ്പോൾ ഒറ്റയായിട്ട് വരുന്നത്, അങ്ങനെയും വരാം. അപ്പൊ മൊത്തം അവസാനത്തെ 10ൽ ഏതോ ഒരു രാത്രി അത് അള്ളാഹു ഉദ്ദേശിച്ച ഹിക്മത്തിന് വേണ്ടി മറച്ചു പിടിച്ചിരിക്കുന്നു. ആ രാത്രിയിൽ ഖദറിന്റെ രാത്രിയാണ്. യുഫ്റഖു കുല്ലു അംരിൻ ഹകീം.
അന്നാണ് തഖ്ദീർ സനവി. അന്നാണ് തഖ്ദീർ സനവി. ഒരു വർഷത്തേക്ക് വേണ്ട തഖ്ദീറുകൾ അള്ളാഹു ലൗഹിൽ നിന്ന്, ഒരു വർഷത്തേക്ക് വേണ്ട വാർഷികമായ തഖ്ദീറുകൾ അള്ളാഹു അത് കണക്കാക്കി നിർണയം നടത്തുന്ന രാത്രിയാണത്. അപ്പൊ തഖ്ദീർ സനവി നടക്കുന്ന ഒരു രാത്രി എന്ന് പറഞ്ഞാൽ അതിന്റെ വെയിറ്റേജ് വളരെ വലുതാണ്. അതിന് അള്ളാഹു പേര് നമുക്ക് നാമം നൽകി, ലൈലത്തുൽ ഖദർ. അതിന്റെ വെയിറ്റ് എത്രയാണ്? ഖൈറും മിൻ അൽഫി ശഹർ. 85 വർഷത്തെക്കാളും വെയിറ്റ് ചെയ്യുന്നുണ്ട്. 1000 മാസത്തെക്കാളും. 1000 മാസം നിങ്ങളൊന്ന് 12 ഒന്ന് അടിച്ചു നോക്കി, എത്ര വരും? ഒരു 1000 മരിക്കണം 12 എത്ര വരും? ഒന്ന് കൂട്ടി നോക്കി. ഏ 1000 ഹരിക്കണം 12 83.33. അതിലും അധികം അത്രയെന്നല്ല. ഖൈറും മിൻ അൽഫി ശഹർ. അത്രയും വെയിറ്റേജ് ഉള്ളതാണ്. അതിന്റെ വെയിറ്റേജിന്റെ കാരണം അവിടെ പറഞ്ഞു തന്നു. യുഫ്രഖു കുല്ലു അംറിൻ ഹക്കീം. യുഫ്രഖു കുല്ലു അംറിൻ ഹക്കീം എന്ന് പറഞ്ഞാൽ അള്ളാന്റെ തഖ്ദീർ നടക്കുന്ന തഖ്ദീർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ഖളാ ഖദർ, ആ ഖളാ ഖദർ നിങ്ങൾ കേട്ടു നോക്കി. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് തഖ്ദീർ മൊത്തമുള്ളൊരു തഖ്ദീർ വേറുണ്ട്. പിന്നെ ഓരോ സൃഷ്ടികൾക്കുമുള്ള തഖ്ദീർ വേറുണ്ട്. അവരെ തന്നെ സമയത്തിന്റെ അടിസ്ഥാനത്തിൽ തഖ്ദീർ സനവി ഉണ്ട്. ആ തഖ്ദീർ സനവി ഈ അടുത്തൊരു വർഷത്തേക്കുള്ള എല്ലാ കാര്യങ്ങളുടെയും നിർണയം അള്ളാഹു നടത്തുന്ന മഹാരാവ്. അപ്പൊ ആ രാവിന് ആ സമയത്തിന് അതിൻ്റെതായ ആ ഖനമുണ്ട്, അതിൻ്റെതായ കനവുണ്ട്. അതുകൊണ്ട് തന്നെ ആ രാത്രി എന്ത് ചെയ്യണം? പ്രത്യേകിച്ചൊന്നും പുതിയതൊന്നും ചെയ്യാനല്ല, ചെയ്യുന്നത് കറക്റ്റായിട്ട് കുറച്ചും കൂടി ഒന്ന് സമയമെടുത്ത് ചെയ്താൽ മതി. പുതിയതൊന്നും പഠിപ്പിച്ചു തന്നിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ ഖദറിന് വേണ്ടിയിട്ട് അന്ന് ലൈലത്തുൽ ഖദറിന് വേണ്ടി ഒരു നിസ്കാരം കാണിച്ചെന്നോ, അന്നൊരു പ്രത്യേക നോമ്പ് കാണിച്ചെന്നോ, ഒന്ന് പ്രത്യേകമായ മറ്റെന്തെങ്കിലും തുക്കൂസുകൾ, ആരാധനാ രീതികൾ, സമ്പ്രദായങ്ങൾ കാണിച്ചെന്നോ ഒന്നുമില്ല. മൊത്തം നിങ്ങൾ അരിക്കിപ്പെറുക്കിയാൽ ആകെ ഒരൊറ്റ പ്രാർത്ഥന മാത്രം കിട്ടും. അത് മാത്രം അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ആയിഷത്ത് റളിയല്ലാഹു തആല അൻഹ ഉമ്മുൽ മുഅ്മിനീൻ അവർ റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, ലൈലത്തുൽ ഖദർ ഉണ്ടാകും എന്ന് എനിക്ക് ഒരു തോന്നലുണ്ടാകുന്ന രാത്രി, ഈ രാത്രി ലൈലത്തുൽ ഖദർ ആണ് എന്ന് എനിക്കൊരു തോന്നൽ വരികയാണെങ്കിൽ ആ രാത്രിക്ക് വേണ്ടി ഞാൻ എന്താണ് നബിയെ ഒരുങ്ങേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്? കുറെ നിസ്കരിച്ചോ? ബാക്കിയുള്ള ദിവസമൊക്കെ കടന്നുറങ്ങുന്ന ആള് അന്ന് വന്നിട്ട് പള്ളിയിൽ കുത്തിരുന്നോ? ബാക്കി 9 ദിവസം പിന്നെ അങ്ങാടിയിൽ തെണ്ടുന്ന ആള് അന്ന് മാത്രം എഴുത്തിക്കാഫ്, നവൈത്തുൽ എഴുത്തിക്കാഫ് എന്ന് പറഞ്ഞ് എഴുത്തിക്കാഫ് വെച്ചോ? എങ്ങനെയൊന്നുമില്ല. ഒറ്റ കാര്യം പറഞ്ഞു, എല്ലാം ചെയ്യണ. പിന്നെ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു പറഞ്ഞു, ഖൂലി, ഈ ഒരു ദുആ മാത്രം അതും കൂടി വേണമെങ്കിൽ ചെയ്തോ. എന്താണ്? അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി മാത്രം. ആ ദുആല് അല്ലാഹുമ്മ ഇന്നക അഫുവുൻ കരീമുൻ എന്ന് ചിലർ വർദ്ധിപ്പിക്കും. ആ കരീം ഹദീസിൽ ഇല്ലാത്തതാണ്. എക്സ്ട്രാ ഫിറ്റിംഗ്സ് വളരെ ശ്രദ്ധിക്കുക. ദുആകളൊക്കെ വന്ന് അതേമാതിരി തന്നെ ആയാൽ മതി. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഇനി അപ്പോ ആ രാത്രി ഇമാം ഷാഫിയൊക്കെ പറഞ്ഞു, ഒരാൾ ആ രാത്രിയിൽ ഇശാ നമസ്കാരം പള്ളിയിൽ പോയിട്ട് ഇമാമിന്റെ കൂടെ ജമാഅത്തായി പൂർണ്ണമായി നിസ്കരിച്ചാൽ ലൈലത്തുൽ ഖദറിൽ നിന്നുള്ള അവന്റെ നസീബ് അവന് കിട്ടി. വേറെ കുറെ ആരാധന കൊണ്ടല്ല ലൈലത്തുൽ ഖദർ നേടണ്ട്. അത് പറയാനാണ് ഞാൻ ഈ ഉദ്ധരിക്കുന്നത്. ഞാൻ പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ച അർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ സഈദ് ഇബ്നുൽ മുസയ്യിബ് പറഞ്ഞു, ഒരാള് ഇശാ നമസ്കാരവും അതുപോലെ തന്നെ സുബഹ് നമസ്കാരവും ഇമാമിന്റെ കൂടെ പള്ളിയിൽ ആ രാത്രിയിൽ നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ലൈലത്തുൽ ഖദറിൽ നിന്നുള്ള വിഹിതം, അയാൾക്കുള്ള വിഹിതം കിട്ടി. പിന്നെ ഒരാള് തറാവിഹായിട്ട് നിസ്കരിക്കുന്ന ആളാണ്, ഒരു സാധാരണക്കാരനാണ്, ഹിഫ്ളില്ല എന്നുള്ളത് മാത്രമല്ല, അയാൾ വീട്ടിലാണെങ്കിൽ വീട്ടില് കുട്ടികളും ഭാര്യയും ഒക്കെപ്പാടായിട്ട് ചിലപ്പോൾ സാഹചര്യം ഒത്തുകിട്ടിക്കൊള്ളണമെന്നില്ല. ഇനി അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ചിലർക്ക് പള്ളിയിൽ വന്ന് നിസ്കരിക്കുകയാണെങ്കിൽ കുറച്ച് നിസ്കരിക്കും, വീട്ടിലാണെങ്കിൽ മടി പിടിക്കും. അങ്ങനത്തെ സ്വഭാവക്കാരുണ്ട്. മനുഷ്യന്മാര് പലരാണ്. അങ്ങനെയുള്ള ആളുകളെ ഉദ്ദേശിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അനുവാദം കൊടുത്തു, ഒരു മാതൃകയും കാണിച്ചു കൊടുത്തു. ഇശാ നിസ്കാരം കഴിയാ നേരെ നിങ്ങൾ രാത്രി നമസ്കാരം നടത്തുക. നബി നിസ്കരിച്ചു എന്ന് പറയുന്ന ഇമാം നസായിയുടെ റിവായത്ത്, അത് ആരൊക്കെ റിവായത്ത് ചെയ്തിട്ടുണ്ടോ അത് ലഭ്യമാകുന്ന ഏതാണ്ട് എല്ലാ സോഴ്സും എനിക്ക് കിട്ടുന്ന മുഴുവനും ഞാൻ പരിശോധിച്ചു നോക്കി. അത് പരിശോധിച്ച് നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി കടന്നുറങ്ങിയിട്ട് വന്നിട്ടല്ല നിസ്കരിച്ചത്.
എന്നെ ആശയക്കുഴപ്പത്തിലാക്കിയ ഒരു വാചകം ഉണ്ടായിരുന്നു. എന്താന്ന് ചോദിച്ചാൽ ഹത്താ ഹഷീനൽ ഫലാഹ്. അങ്ങനെ മൂന്നാമത്തെ ദിവസം നബി നിസ്കരിച്ച് ഹത്താ ഹഷീനൽ ഫലാഹ്, ഫലാഹ് ഞങ്ങൾക്ക് ഉണ്ടാവുമോ നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചുപോയി. എന്താ ഈ ഫലാഹ്? ഖീല വമൽ ഫലാഹ് ഖാല സഹൂർ, സഹൂർ കഴിക്കാൻ നേരം കിട്ടൂലേ. അപ്പൊ ഇത് വെച്ചിട്ട് ആദ്യകാലത്ത് എനിക്കിങ്ങനെ തോന്നിയിരുന്നു, റബ്ബേ ഇത് രാത്രിയുടെ അവസാനത്തിലായിരിക്കും നബി വന്ന് നിസ്കരിച്ചത്. ആ ഹദീസിന്റെ എല്ലാ വിത്തും വേരും പരിശോധിച്ച് നോക്കിയപ്പോ അത് അന്നും ആ ഒരു ദിവസം അത്രയും നീണ്ടതാണ്. ഇശാസ്കാരത്തിന് ശേഷമാണ് തുടങ്ങിയത്. നാലാമത്തെ ദിവസം അവരിങ്ങനെ വന്നു, നബി വന്നില്ല. അപ്പോ നബി വരാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ഒന്ന് മൊരടനക്കുക എന്ന് പറയും. ഇവിടെ മരട് പഞ്ചായത്താണ്, ഞങ്ങളുടെ നാട്ടിൽ മൊരടനക്കുക എന്ന് പറഞ്ഞാൽ ശബ്ദനക്കുക, ആളെ സാന്നിധ്യം അറിയിക്കാൻ വേണ്ടിയിട്ട് ശബ്ദനക്കി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വീട്ടിൽ നിന്ന് ഹുജ്റത്തിൽ നിന്ന് പള്ളിയിലേക്ക് വന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഉണ്ട് എന്ന കാര്യം എനിക്കറിയാതെ പോയതല്ല, ഞാൻ നിങ്ങളിലേക്ക് വരാതിരുന്നത് ഖശീതു അൻ യുഫ്തറദ അലൈക്കും, ഈ നമസ്കാരം നിങ്ങൾക്ക് അല്ലാഹു ഫർളാക്കുമോ എന്ന് ഭയപ്പെട്ടിട്ടാണ്. ജനങ്ങളെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു മനുഷ്യൻ നമസ്കരിക്കുന്ന സുന്നത്ത് നമസ്കാരങ്ങളിൽ ഫർള് കഴിച്ച് ബാക്കിയുള്ള നമസ്കാരങ്ങളിൽ ഏറ്റവും ഹൈറായ നമസ്കാരം വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നതാണ്. വീട്ടിൽ പോയി നിസ്കരിച്ചോളൂ. ഇനി ചില ആളുകൾക്ക് ഒരു ആശയക്കുഴപ്പമുണ്ടാവും. ഉമർ ഖത്താബ് അവിടെ ജമാഅത്തൊക്കെ സംഘടിപ്പിച്ചിട്ട് മൂപ്പര് പെരിയിൽ പോയി. എങ്ങനെ അങ്ങനെ മൂപ്പര് ചെയ്ത്? മൂപ്പര് അവിടെ കൂടി നിസ്കരിക്കണ്ടേ? അങ്ങനെ ഇന്ന് നമ്മൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മൂപ്പര് നമുക്കറിയാം, മൂപ്പര് പെരിയിൽ നിസ്കരിക്കുന്ന ആളാണ്. ഒരിക്കലും വിചാരിക്കാനല്ല. പെരിയിൽ നിസ്കരിക്കുമെങ്കിൽ റസൂലുള്ളാഹിന്റെ ഖൗല് നസ്സായിട്ട് തന്നെ ഈ വിഷയം പറഞ്ഞു കൊടുത്തപ്പോ പറഞ്ഞത്, പിന്നെ ഈ 3 ദിവസം കാണിച്ചു കൊടുത്ത എന്തിനാണ്? അങ്ങനെ പെരി പോയി നിസ്കരിച്ചോളി എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ കഴിയാത്ത കുറച്ച് സാധുക്കളുണ്ട്, അവർക്ക് കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കണം. അവർക്കുള്ള ഇവളാണ്, തഅവീലാണ്. ഇമാമിനെ വെച്ചു, നബിയെ 3 ദിവസം നിസ്കരിച്ചു, അത് സുന്നത്തായി, അതുകൊണ്ട് സ്ഥിരപ്പെട്ടു. അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്ത് പിന്നെ അതൊരു ക്രമമല്ലാതെ നടന്നു. ഉമർ ഖത്താബിന്റെ കാലത്ത് ഉമർ ഖത്താബ് പള്ളിയിൽ വന്നപ്പോൾ പലരും പല രൂപത്തിൽ നിസ്കരിക്കുന്ന കണ്ടു. അപ്പോൾ ഉമർ കൂടിയാലോചിച്ചു, എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരെയും കൂടി ഒരൊറ്റ പല ജമാഅത്തായി പള്ളിയിൽ നടക്കുന്നത് ശരിയല്ല, പള്ളിയിൽ ഒറ്റ ജമാഅത്തെ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞവരുണ്ടല്ലോ. ഇങ്ങനത്തെ സുന്നത്ത് ഒന്നിലധികം ജമാഅത്ത് പറ്റും. അതേമാതിരി ഒരു വേറെ ഇത് നടക്കണ നേരത്ത്, ഇപ്പൊ നിങ്ങൾ തറാവി നടക്കണ നേരത്ത് വിശ്വസ്കരിക്കാത്ത ആളുകൾ അവിടെ കയറിയാൽ നിങ്ങൾക്ക് അവിടെ യാത്രക്കാരാണെങ്കിൽ ഒരു ജമാഅത്ത് നടത്താം, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അവിടെ 2-3 തറാവി ജമാഅത്തുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ജമാഅത്ത് നടക്കുമ്പോൾ 3-4 ജമാഅത്ത് നടക്കുമ്പോൾ ഉമർ ഖത്താബ് അവരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഒറ്റ ഇമാമിന്റെ കീഴിൽ ഞാൻ നിങ്ങളെ ഏകീകരിക്കാം. ഉബയ്യ് ഇബ്നു കഅബിനെയും തമീമുദ്ദാരിനെയും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഇമാം വെക്കുക. എന്നുവെച്ചാൽ 8 ഒരാളും 3 ഒരാളും എന്ന അർത്ഥത്തിലല്ല. ഒരു ദിവസം ഉബയ്യ് ഇബ്നു കഅബ്, ഒരു ദിവസം തമീമുദ്ദാരി, അങ്ങനെയാണ്. ഇതൊക്കെ ഇതിങ്ങനെ പറയുന്നതോട് കൂടി ആൾക്കാർ അവർക്കൊക്കെ നാട്ടിൽ നടന്നു വരുന്നതുമായിട്ട് പെട്ടെന്ന് ബന്ധിപ്പിക്കുകയും അത് ആ തെറ്റിദ്ധാരണ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം പറയണത്. അങ്ങനെ ഉബയ്യ് ഇബ്നു കഅബും തമീമുദ്ദാരി നിസ്കരിക്കുമ്പോൾ ഉമർ ഖത്താബ് ഒരു ദിവസം പോലും അവിടെ നിസ്കരിച്ചില്ല. ഇബ്നു ഉമർ ഒരു ദിവസം പോലും നിസ്കരിച്ചില്ല. പ്രഗത്ഭരായ സ്വഹാബികൾ പലരും നിസ്കരിച്ചില്ല. ഒരു ഉമർ ഖത്താബ് മാത്രമൊന്നുമല്ല, ചരിത്രം എടുത്തു നോക്കൂ. പ്രഗത്ഭരായ സ്വഹാബത്ത് മുഴുവൻ ഒഴിച്ച കഴിഞ്ഞ് പെരിപ്പോയി, എന്നിട്ട് കുറച്ചു നേരം വിശ്രമിക്കും. വിശ്രമിച്ചിട്ട് സമയം കനക്കുന്ന നേരത്തേക്ക് അവര് കാത്തു നിൽക്കും. എപ്പോഴാ സമയം കനക്കുക? അന്ത്യയാമം. രാത്രിയെ 6 സാഴത്താക്കണീന് പകരം 3 ആക്കിയിട്ട് ഒരേക്ക് 3 സുലുസ്. അതിലവസാനത്തെ സുലുസാകുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല 1-ാമത്തെ ആകാശത്തിലേക്ക് അല്ലാഹുവിന്റെ നുസൂൽ ഉണ്ടാകും. ആരെങ്കിലും എന്നോട് ചോദിക്കുന്നുവോ, ഞാൻ അവന്റെ ചോദ്യത്തിന് ഉത്തരം ചെയ്യാം. ആരെങ്കിലും എന്നോട് ദുആ ചെയ്യുന്നുവോ, ഞാൻ അവന്റെ ദുആ സ്വീകരിക്കാം. ആരെങ്കിലും എന്നോട് പാപങ്ങൾ പൊറുക്കാൻ പറയുന്നുവോ, ഞാൻ അവന്റെ പാപങ്ങൾ പൊറുക്കാം. അള്ളാഹു അത് പറഞ്ഞിട്ട് അള്ളാഹ് 1-ാമത്തെ ആകാശത്തിലേക്ക് വരുന്ന സമയമാണ്, അള്ളാഹിന്റെ നുസൂലുള്ള സമയമാണ്. ആ സമയത്ത് ഈ പ്രാർത്ഥനയും കൂടി ആയാൽ സമയം കനത്ത സമയമാണ്. ആ കനവും അവർക്ക് കിട്ടി. വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക്. അതിന്റെ പ്രത്യേകതയും കുട്ടി. ഇന്ന നാശിയത്തൽ ലൈൽ ഹിയ അശദ്ദു വത്അൻ വഅഖ്വമു ഖീല. അതും അവർക്ക് കിട്ടി. അതുപോലെ തന്നെ 4-ാമത്തെ ഒരു കാര്യം അവർക്ക് കിട്ടി. എന്താ കിട്ടിയത്? ഒരാള് തന്റെ വീട്ടിൽ വെച്ച് സുന്നത്ത് നിസ്കരിച്ചാൽ, നേരെ മറിച്ച് സുബഹിയാണ് നിസ്കരിക്കണ വിചാരിച്ചാ നിഫാഖാണ് നമ്മൾ പറയാം. ജമാഅത്തിന് പള്ളിയിൽ പോകാണ്ട് ഒരാൾ പതിവായിട്ട് വീട്ടിൽ നിന്നാണ്, എനിക്ക് പള്ളിക്ക് പോകാൻ പറ്റില്ല. എന്താ കാരണം? ഇമാമിനെ ഇഷ്ടമല്ല. ഇമാമിനെ ഇഷ്ടപ്പെടേണ്ടടോ എന്റെ കാര്യമല്ല. അത് നിസ്കാരം റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി അള്ളാഹ് നിശ്ചയിച്ച് തന്നിട്ടുള്ള ഒരാൾ എന്നല്ലാണ്ട് അയാളുടെ ചൊർക്ക്, അയാളുടെ കോലൊന്നും നിങ്ങൾ നോക്കണ്ട. അല്ലെങ്കിൽ പള്ളി എനിക്കിഷ്ടല്ല, പള്ളി ഇഷ്ടാകണ്ട. ഇമാമിന്റെ ശബ്ദം നോക്കിയിട്ടോ പള്ളിന്റെ ചൊർക്ക് നോക്കിയിട്ടോ പള്ളി തെണ്ടിപ്പോകുന്ന ആൾക്കാരില്ലേ, അവർക്ക് താക്കീതാണ് ഹദീസിലുള്ളത്. ലിയുസല്ലി റജുലു ഫിൽ മസ്ജിദിൽ ലദീ യലി വലാ യത്തബിഉൽ മസാജിദ്.
തൊട്ടടുത്ത പള്ളി അത് അവിടെ പോയി നിസ്കരിക്ക്, അല്ലാണ്ട് പള്ളിന്റെ ചൊർക്ക് നോക്കിയിട്ട് പാടുന്നോണ്ട് ഈണം നോക്കിയിട്ട് നടക്കണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഫർള് നിസ്കാരത്തിൽ അതിന് പൊയ്ക്കൊള്ളണം. ആ ഇമാം ഇനി നമുക്ക് എത്ര മനസ്സിന് സ്വീകരിക്കില്ലെങ്കിലും മനസ്സിന് സ്വീകരിക്കേണ്ട അള്ള പറഞ്ഞതാണ്. അയാളൊരു മുസ്ലിം ആണെങ്കിൽ, നിങ്ങളുടെ തൊട്ടടുത്ത പള്ളിയാണെങ്കിൽ, നിങ്ങൾക്ക് കൂടുതൽ സുന്നത്തുള്ള പള്ളി സമാനമായ ദൂരത്ത് വേറെ കിട്ടാനില്ലെങ്കിൽ അവിടെ നിങ്ങൾ ജമാഅത്തായി നിസ്കരിച്ചോളണം. പിന്നെ ഒരാള് അതിൽ ജമാഅത്തിൽ നിന്നാണ് പിന്തുന്നുവെങ്കിൽ അയാളുടെ കാപട്യം എന്നാണ്. വലഖദ് റഅയ്തുന, സഹാബത്ത് പറഞ്ഞത് ഞങ്ങളെക്കുറിച്ച് കരുതിയിരുന്നത്, വമാ യതഖല്ലഫു അൻഹാ ഇല്ലാ റജുലുൻ മുനാഫിഖ് മഅലൂമുൻ നിഫാഖ്, ജമാഅത്തിൽ നിന്ന് പിന്തുന്ന ഒരാൾ മുനാഫിഖാണ്, അത് അറിയപ്പെട്ട നിഫാഖ്, പച്ച നിഫാഖുള്ള ആളെ ജമാഅത്തിൽ നിന്ന് പിന്തുള്ളൂ. ജമാഅത്തിന്റെ കാര്യം അതാണ്. എന്നാ ഇതിന്റെ കാര്യം നിങ്ങൾക്ക് വകുപ്പുണ്ടോ? നിങ്ങൾ പോയിട്ട് പെരീന്ന് നിസ്കരിച്ചോളി. അങ്ങനെ അവിടെ ഒരുപാട് കാര്യങ്ങൾ കിട്ടും. അപ്പൊ പെരീന്ന് അങ്ങനെ സ്വന്തം നിസ്കരിക്കാൻ കഴിയാത്ത ആളുകൾക്ക് തഅ്വീദ് ചെയ്തു കൊടുത്തു. ഒരാൾ ഇമാമിന്റെ കൂടെ നിസ്കരിച്ചു, ഹത്താ യൻസരിഫ്, ഇമാമ നമസ്കാരം പൂർത്തിയാക്കുന്നത് വരെ 8 കഴിഞ്ഞിട്ട് നീച്ചു പോകുന്നില്ല. ചിലർ കാണാൻ 2 കഴിഞ്ഞിട്ട് നീച്ചു പോരുന്നു, അവർ കുറച്ച് മെച്ചപ്പെട്ടോലാന്ന് തോന്നിക്കാൻ. ചിലർ കാണാൻ 4 കഴിഞ്ഞിട്ടൊരു നീക്കല്, അവരും മെച്ചപ്പെട്ടോലാണ് എന്ന് ബാക്കിയുള്ളവർ കരുതും. ചിലർ കാണാൻ 8 കഴിഞ്ഞിട്ട് ഇനി നമ്മൾ വീട്ടിൽ പോയിട്ട് നിസ്കരിക്കാനുള്ളതാണ്. ഇങ്ങനെ പല കോലങ്ങളും ഉണ്ടാക്കുന്നു. എന്നാൽ ഒരൊറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, രാത്രി നിസ്കാരത്തില് എന്നല്ല ദീനിന്റെ എല്ലാ ആരാധനാ കർമ്മങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇർബാദ് ഇബ്നു സാരിയെ ഉദ്ധരിക്കുന്ന ഹദീസിൽ ഒരിക്കൽ അവരെ ഉപദേശിച്ചു. മനസ്സൊന്നായിട്ട് പടഞ്ഞു, കണ്ണിന്നൊക്കെ വെള്ളം വന്നു. അവരൊക്കെപ്പാടെ പറഞ്ഞു, നബിയെ അങ്ങ് ഞങ്ങളോട് യാത്ര പറഞ്ഞു പിരിയാണ് എന്ന് തോന്നുന്നുവല്ലോ, അതുകൊണ്ട് ഒരു ഉടമ്പടി നൽകിയാലും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു തുടങ്ങിയ ഉപദേശത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു മൻ യഅ്ശ് മിൻകും ഫസയറ ഇഖ്തിലാഫൻ കസീറ ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയ്യീൻ മിൻ ബഅദി തമസ്സകൂ ബിഹാ വഅല്ലു അലൈഹാ ബിന്നവാജിദ്. ആരെങ്കിലും എന്റെ കാലശേഷം ദീർഘമായി ജീവിക്കുകയാണെങ്കിൽ ഫസയറ ഇഖ്തിലാഫൻ കസീറ, ഓരോ വർഷം ഓരോരോ മാറ്റങ്ങനെ കാണും. ഫസയറ ഇഖ്തിലാഫൻ കസീറ ഹദീസ് വല്ലാത്തൊരു ഹദീസാണ്. ഇന്ന് ഈ കാണുന്ന ഓരോ കോലം കാണുമ്പോൾ നമുക്ക് ആ ഹദീസ് മാത്രം മനസ്സിൽ വരുന്നത്. ഇവിടെ കൊച്ചിയിൽ വന്ന വേറെ കോലം, എറണാകുളത്ത് വന്ന വേറൊരു കോലം. ഈ വർഷമല്ലാത്ത പുതിയൊരടവാണ് അടുത്ത വർഷം. മക്കത്ത് വേറെ കോലം, മദീനത്ത് വേറെ കോലം. ഇതൊന്നും ഇവിടെ കൊച്ചിക്കും അല്ലെങ്കിൽ മഞ്ചേരിക്കും നിലമ്പൂർക്കും മാത്രം പറഞ്ഞ കാര്യമൊന്നുമല്ല, മക്കത്തും മദീനത്തും നടക്കാൻ പോണ കാര്യം കൂടിയാണ് നബി പറഞ്ഞ ഫസയറ ഇഖ്തിലാഫൻ കസീറ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ ചെയ്യണം. ചിലർ 2 കഴിഞ്ഞിട്ട് നീക്കണ്, അങ്ങനെ എനിക്ക് നീക്കാൻ പറ്റുമോ? ചിലർ 4 കഴിഞ്ഞിട്ട് നീക്കണു, അതാണോ നല്ലത്? ചിലർ 8 കഴിഞ്ഞിട്ട് പെരീ പോണു, എന്നിട്ട് അവർ 3 അവർ സ്വന്തമായിട്ട് നിസ്കരിക്കുന്നു, അവർ ഭാര്യനെയും കുട്ടികളെയും കൂട്ടുന്നു, അല്ലെങ്കിൽ അവർ തഹജ്ജുദാക്കുന്നു. ഇങ്ങനെ പലതും ഇല്ല. അങ്ങനെ പല കോലം പലരും ആലോചിച്ചുണ്ടാക്കുമ്പോൾ നിങ്ങൾ ആ കോലങ്ങളും ചേലുകളും ഒക്കെ വിട്ടേക്കൂ. അലൈക്കും ബിസുന്നതി വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയ്യീന മിൻ ബഅദി, എന്റെയും ഖുലഫാഉർ റാഷിദീങ്ങൾ ഈ ചര്യ മുറുകെ പിടിച്ചോളി. ആദ്യം നിങ്ങൾ പിടിച്ചോളി മുഹമ്മദ് നബിയുടെ ചര്യ. ഈ നിസ്കാരമുണ്ട്, നബി അത് നിസ്കരിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഒറ്റയ്ക്ക് നിസ്കരിച്ചും കാണിച്ചു കൊടുത്തിട്ടുണ്ട്, ജമാഅത്തായിട്ട് നിസ്കരിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ജമാഅത്തായിട്ട് നിസ്കരിച്ച നബി എന്നെ പറഞ്ഞത് നിങ്ങൾ വീട്ടിൽ പോയി നിസ്കരിക്കലാണ് നിങ്ങൾക്ക് ഖൈർ. ഇനി ഖുലഫാക്കളുടെ ചര്യയിലേക്ക് വന്നോളൂ. ഉമർ ഖത്താബാണ് അത് റെഗുലേറ്റ് ചെയ്തത്. അദ്ദേഹം ഇശാ നമസ്കാരത്തിന് ശേഷം തഹജ്ജുദായിട്ടല്ല, പരി പോയി കടന്നുറങ്ങി വന്നിട്ടല്ല, അവര് 11 റക്അത്ത് നിസ്കരിച്ചു. ആ 11 റക്അത്തിലധികം അവർ വർദ്ധിപ്പിച്ചതുമില്ല. അതിന്റെ അവസാനത്തിൽ അവർ വിത്ർ ഒറ്റയാക്കുന്ന ആ റക്അത്തിൽ, അവസാനത്തെ ഒറ്റയാക്കുന്ന റക്അത്തിൽ റുക്കൂഇന്റെ മുമ്പ്, ഞാൻ ഏതൊരു ക്ലാസ്സിൽ അറിയാതെ നേരത്തെ പറഞ്ഞതുപോലെ അറിയാതെ എന്റെ നാവില് റുക്കൂഇന് ശേഷം എന്ന് പറഞ്ഞു. റുക്കൂഇന് ശേഷം എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് നമ്മൾ സിഫത്തു സ്വലാത്ത് നബി എടുക്കുന്ന സമയത്ത് സംശയം തീർത്തുവിട്ട കാര്യമാണ്. 2 തരം ഖുനൂത്തുകളുണ്ട്. ഒന്ന് നാസിലത്തിന്റെ ഖുനൂത്ത്, മുസ്ലിമീങ്ങൾക്ക് വലിയ ആപത്തൊക്കെ വരുന്ന സന്ദർഭത്തിൽ 5 നേരത്തെ നമസ്കാരങ്ങളിലും നിർവഹിക്കുന്ന ഖുനൂത്താണ് നാസിലത്തിന്റെ ഖുനൂത്ത്. ആ ഖുനൂത്തിന്റെ സമയമാണ് റുക്കൂഇന് ശേഷം സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞതിന് ശേഷം നടത്തുന്ന ആ ഖുനൂത്ത്. എന്നാൽ വിത്റിന്റെ ഖുനൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റുക്കൂഇന്റെ മുമ്പാണ്. റുക്കൂഇന്റെ മുമ്പ് എന്ന് പറഞ്ഞാൽ ഫാത്തിഹ സൂറത്ത് ഓതി, പിന്നെ ഒരു സൂറത്ത് ഓതി. വിത്റിലെ റസൂലുള്ള അധികവും ഓതിയിട്ടുള്ളത് ഒന്നുകിൽ സൂറത്തുൽ ഇഖ്ലാസ് ആണ്,
ചില സന്ദർഭങ്ങളിൽ സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദത്തൈനിയും കൂടി ഓതിയിട്ടുണ്ടാകും. ഏതാണെങ്കിലും ആ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ പിന്നീട് ദുആ ചെയ്യും. അല്ലാഹുമ്മ ഹദിനാ ഫീമൻ ഹദൈത് വആഫിനാ ഫീമൻ ആഫൈത് വതവല്ലനാ ഫീമൻ തവല്ലൈത്. ഇങ്ങനെ ആ ഖുനൂത്ത് ഓതുകയും ചെയ്യും. ആ ഖുനൂത്ത് ഉബയ്യ് ഇബ്നു കഅബ് ഓതിയിട്ടുണ്ട്, തമീമുദ്ദാരി ഓതിയിട്ടുണ്ട്. അവർ ഓതുന്ന സമയത്ത് ഞങ്ങൾ പിന്നിൽ നിന്നുകൊണ്ട് ആമീൻ ചൊല്ലാറുണ്ടായിരുന്നു. പേടിക്കണ്ട, സ്വഹാബത്ത് ചെയ്തതാ, ആമീൻ ചൊല്ലാറുണ്ടായിരുന്നു. മാത്രമല്ല ഞങ്ങൾ കൈകൾ ഉയർത്തിപ്പിടിക്കാറുണ്ടായിരുന്നു. എങ്ങനെ കൈകൾ ഉയർത്തിപ്പിടിക്കുക? ദുആ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 രൂപത്തിലാണ് കൈകൊണ്ട് ദുആ നടത്തേണ്ടത്. കൈകൊണ്ടുള്ള ഒന്നാമത്തെ ദുആ ഇതാണ്. സാധാരണ പ്രാർത്ഥനയിൽ ഏതാണ്ട് നമ്മുടെ നെഞ്ഞിന് ഉയരത്തില് 2 കൈയും ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് കൈയിന്റെ ഭാഗം അല്പം ഒന്ന് പൊക്കി പിടിച്ചിട്ട്, ഇങ്ങനെയല്ല, ഇങ്ങനെയല്ല, മറിച്ച് കൈ ചേർത്ത് പിടിച്ചിട്ട് അല്പം ഒന്ന് പൊക്കി പിടിച്ചിട്ട് കൈ ഉയർത്തിപ്പിടിക്കണം. ഇതാണ് കൈകൊണ്ടുള്ള ദുആ. കൈകൊണ്ടുള്ള ദുആ ഇതാണ് കൈ ഉയർത്തുക എന്നുള്ളത്. അത് നബിയും സ്വഹാബത്തും ഉയർത്തി കാണിച്ചിടത്ത് നമ്മൾ ഉയർത്തി കാണിക്കണം. നബിയും സ്വഹാബത്തും ഉയർത്തി കാണിച്ചിട്ടില്ലാത്ത സ്ഥലത്ത് നമ്മൾ ഉയർത്താതിരിക്കണം. ഈ ഒരു ഉയർത്തൽ മാത്രമല്ല, വേറൊരു ഉയർത്തലുണ്ട്. വേറൊരു ഉയർത്തൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാസന്ന ഘട്ടങ്ങളിൽ അള്ളാഹുവിനോട് നമ്മൾ നടത്തുന്ന ജുആറുകൾ, ഇസ്തിഗാസകൾ, ആ സമയത്ത് കൈ കൂടുതൽ ഉയരും. ചേർത്ത് പിടിക്കൂല, അത് കുറച്ച് അകറ്റിയാ പിടിക്കുക. കൈ തലക്കുമീതെ ഉയരും. റസൂലുള്ളാന്റെ 2 കക്ഷത്തിന്റെയും വെളുപ്പ് കണ്ടിരുന്നു എന്നാണ്. 2 കക്ഷത്തിന്റെയും വെളുപ്പ് കണ്ടിരുന്നു എന്നാണ്. അതെവിടെയാണ് നബി ദുആ ചെയ്തത്? ബദറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനോട് ദുആ ചെയ്തുകൊണ്ടിരുന്നു. അള്ളാഹുവേ, നിന്റെ വാഗ്ദാനം നീ പൂർത്തീകരിക്കണം റബ്ബേ. ഞങ്ങളെ നീ എങ്ങാണ്ടും നശിപ്പിച്ചാൽ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബ ഫലൻ തുഅബദ ബഅദ്. റബ്ബേ, ഈ സംഘത്തെ, ഈ ചെറുസംഘത്തെ നീ നശിപ്പിച്ചാൽ നിന്നെ മാത്രം ആരാധിക്കുന്നവര് പിന്നെ ഈ ഭൂലോകത്തുണ്ടാവില്ല. അങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരുന്നു. കയ്യപ്പം എങ്ങനെയാണ് ഉണ്ടായിരുന്നത്? ഇത് കൈകൊണ്ടുള്ള ദുആ രണ്ടാമത്തേത്. മൂന്നാമത്തേത് കൈകൊണ്ടുള്ള ദുആ എന്ന് പറഞ്ഞാൽ അത്തഹിയ്യാത്തിലിരിക്കണ നേരത്ത്. അതുപോലെ തന്നെ നമ്മള് ഇമാം ഖത്തീബ് മിമ്പറിൽ വെച്ചുകൊണ്ട് ചില സന്ദർഭങ്ങളിൽ പ്രസംഗിക്കുന്ന സമയത്ത്, അതെന്താ? പ്രസംഗിക്കുന്ന സമയത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വിരല് മുകളിലേക്ക് ഉയരും. നമസ്കാരത്തിലാണെങ്കിലോ അത്തഹിയ്യാത്തിൽ ആ വിരല് ഖിബിലക്ക് നേരെ. ചിലര് വിരല് ചൂണ്ടുന്നുണ്ട് ഖബറിലേക്ക്, അല്ല, ഖബർക്കല്ല. ഈ വിരല് ചൂണ്ടിപ്പിടിക്കേണ്ടത് ഖിബിലക്ക് നേരെയാണ്. ഖിബിലക്ക് നേരെ നമ്മളെ കണ്ണു പോലും ആ വിരലിലേക്ക് പതിയണം. ആ വിരല് ഖിബിലക്ക് നേരെ പിടിക്കണം. എന്നിട്ട് ആ വിരല് അനക്കുകയും ചെയ്യണം. യദ്ഉ ബിഹാ, അത് ദുആക്കനുസരിച്ചിട്ട് ആ വിരല് അനക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യണം. ഇതാണ്. അപ്പോ ഈ വിധത്തിൽ കൈകൾ ഉയർത്തിയിട്ട് അവർ ആമീൻ ചൊല്ലിയിട്ട് അവസാനം സ്വലാത്തിൽ പറഞ്ഞിട്ട് പിന്നെ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലൻ നബിയിൽ ഉമ്മി എന്ന് പറഞ്ഞ് സ്വലാത്തും ചൊല്ലി റുക്കൂഇൽ നിന്ന് റുക്കൂഇലേക്ക് പോയി. ഇത് റുക്കൂഇന്റെ മുമ്പാണല്ലോ. റുക്കൂഇലേക്ക് പോയി, ഇഴ്തിദാലിൽ വന്നു, സുജൂദിലേക്ക് പോയി. ഇങ്ങനെയാണ് ചെല്ലേണ്ടത്. ഈ നിസ്കാരം ഇതെല്ലാ ദിവസവും ആവാം, ചില ദിവസങ്ങളിലാകാം, അവസാനത്തെ പാതിയിൽ കൂടുതലാകാം. ചില സ്വഹാബിമാര് ഏതാണ്ട് എല്ലാ അവരുടെ രാത്രി നിസ്കാരങ്ങളിലും ഖുനൂത്ത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അധിക സ്വഹാബിമാരും അത് റമളാനിലെ അവസാനത്തെ പാതിയിൽ, അവസാനത്തെ 10 അല്ല കേട്ടോ, പാതിയും 10ഉം വ്യത്യാസമുണ്ട്. അവസാനത്തെ പാതിയിൽ അവരിതെടുക്കാറുണ്ടായിരുന്നു. ചില സ്വഹാബിമാര് ഇടയ്ക്കെടുക്കും, ഇടയ്ക്ക് ഉപേക്ഷിക്കും എന്നുള്ളതാണ്. പറ്റ ഉപേക്ഷിക്കുക എന്നുള്ളത് കേന്ദ്രന്മാരെ സുന്നത്താണ്, റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിന്റെ സുന്നത്തിൽപ്പെട്ടതല്ല. മനസ്സിലായില്ലേ? ഞാൻ വേറിച്ച് തന്നെ പറയണത്. എവിടെ അതിന് തെളിവ്? ബാക്കിയുള്ളതിന്റെ ഒക്കെ തെളിവ് എവിടെ കിടക്കുന്നത്? അവിടെ തന്നെയാണ് ഇതിന്റെ തെളിവും. ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഇഷ്ടം പോലെ ഹദീസുകളുണ്ട്. ഇനി ഒന്നും വേണ്ടെങ്കിൽ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള റിവായത്തുകൾ മാത്രം മുഹമ്മദ് ബാസമൂൽ, പിന്നെ ഉമ്മുൽ ഖുറയിലുള്ള അധ്യാപകനാണ്, ഷെയ്ഖാണ് അദ്ദേഹം. ഇത് മാത്രം ഈ വിത്റുള്ള ഖുനൂത്ത്, ആ ഖുനൂത്തിന് സ്ഥിരപ്പെട്ടിട്ടുള്ള അതിലെ ഹദീസുകൾ, സ്ഥിരപ്പെടാത്ത ഹദീസുകൾ, അതിന്റെ അൽഫാദുകൾ, അത് മാത്രം അദ്ദേഹം ഒരു പുസ്തകമായി രചിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. എവിടെ തെളിവെന്ന് വെച്ചാൽ, തെളിവ് അങ്ങാടി പോയിട്ട് വിളിച്ചു വെച്ചാൽ കിട്ടൂല. അങ്ങാടിയിൽ നിന്ന് കിട്ടുന്ന വേറെ സംഗതിയാണ്. തെളിവ് ചോദിക്കേണ്ടത് കിതാബിലും ഉലമാക്കളോടുമാണ്. ഉലമാക്കളോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. കിതാബിൽ പരതിയാൽ അത് കിട്ടും. അതിലിത് പറഞ്ഞിട്ടുണ്ട്. ഇതല്ലാത്ത ബാക്കി രൂപങ്ങൾ മുഴുവനും ഫസയറഖ്തിലാഫൻ കസീറ. 8 കഴിഞ്ഞിട്ട് നീച്ചു പോണത്, 8 കഴിഞ്ഞിട്ട് ഇങ്ങിട്ട് പാക്കൊക്കെ വരിക്ക് നിന്നിട്ട് വേറൊരാളെ ഇമാമാക്കണത്, അത് വേറൊരു ഇഖ്തിലാഫ്. അത് ഞാൻ കണ്ടിട്ട് ചിലരെന്താന്ന് ചോദിച്ചാൽ ഇമാമിന് മാറിയിട്ട് വേറൊരാളെ നിർത്തും. പള്ളിക്കല മുക്രിയാണ് വിത്തരസ്കരിക്കേണ്ടത്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ 2 തരം ഇമാമുകൾ ഉണ്ടാവും. ഒന്ന് തദ്ദേശീയരായ ഇമാമുമാര്, മറ്റൊന്ന് അന്യസംസ്ഥാന ഇമാമുമാര്.
ഇങ്ങനെ ഒന്ന് തദ്ദേശീയ പിന്നെ 8 വരെ നീട്ടിയോതണല്ലോ. അപ്പൊ അത് വാടകയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ള ഹയർ ചെയ്ത ഇമാമ് ചെയ്യും, ബാക്കിയുള്ള 3 തദ്ദേശീയനായ ഇമാമ് ചെയ്യും. ചിലപ്പാണ്ട് എഴുന്നേറ്റ് പോകും. എന്നിട്ട് ചിലരൊക്കെ വീട്ടിൽ പോയിട്ട് നിസ്കരിക്കും. വീട്ടിൽ പോയി ചെന്നുടനെ നിസ്കരിക്കും. ചിലരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുലർച്ചയ്ക്ക് എഴുന്നേൽക്കുന്ന സമയത്ത് നിസ്കരിക്കും. പിന്നെ അത് പല പള്ളികളിലും അവസാനത്തെ 10 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 8 കഴിഞ്ഞിട്ട് നിർത്തുകയാണ്. പിന്നെ നിസ്കാരമല്ല. പിന്നെ രാത്രി 2 മണിക്ക് ശേഷം അല്ലെങ്കിൽ 2:30 മണിക്ക് ശേഷം വന്നിട്ട് നിസ്കരിക്കും. ഒരൊറ്റ കാര്യം മാത്രം, നബിയോ സ്വഹാബത്തോ, നബിയോ അല്ലെങ്കിൽ ഖുലഫാഉർ റാഷിദീങ്ങളോ, ഇനി ഖുലഫാഉർ റാഷിദീങ്ങൾ എന്നുള്ളതിനെ നിങ്ങൾ ഒന്നും കൂടിയും ഏതെങ്കിലും ഒരു സ്വഹാബിയോ രാത്രി ഉറങ്ങിയിട്ട് പിന്നെ വന്ന് നമസ്കരിക്കുന്ന നമസ്കാരം സംഘടിതമായി പള്ളിയിൽ നടത്തിയതിന്റെ ഒരു തെളിവ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കിട്ടൂല. മനസ്സിലായില്ലേ? അപ്പോ നമുക്കതിന്റെ തെളിവൊന്നും പരിശോധിക്കണ്ട. നമ്മൾ റസൂൽ നമ്മളോട് വസിയത്ത് ചെയ്തത് അലൈക്കും ബി സുന്നത്തി വ സുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ, നബിയും സഹാബത്തും നടത്തിയതനുസരിച്ച് ഒന്നുകിൽ വീട്ടിൽ പോയിട്ട് സ്വന്തം നിസ്കരിക്കുക. അങ്ങനെയാണെങ്കിൽ തഹജ്ജുദും കൂടി ആക്കിയാൽ വളരെ നന്നായി. അതാണ് ഏറ്റവും പ്രതിഫലമുള്ളത്. അതിന് സാധിക്കാത്ത ആളുകൾക്ക് ഇശാ നമസ്കാരം അത് പാവങ്ങളായ പൊതുജനങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അത് തൈസീറാണ്, എളുപ്പമാണ്. അത് ഇശാ നമസ്കാരത്തിന് ശേഷം നടക്കുള്ളൂ. ഇശാ നമസ്കാരത്തിന് ശേഷം അത് 11 റക്അത്തിൽ കൂടാതിരിക്കുക. അതിൽ അവസാനത്തേത് വിത്തറിൽ നിങ്ങൾ ഖുനൂത്തും കൂടെ ഓതുക. അത് എല്ലായ്പ്പോഴും ഇല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും ഓതുക. ഇതാണ് അതിന്റെ രീതി. അല്ലാത്ത ബാക്കി എന്തൊക്കെ രീതികൾ വന്നാലും അതൊക്കെ വസയറഖ്തിലാഫൻ കസീറ. ഇത്രേ നിങ്ങൾക്ക് നബിയിൽ നിന്ന് കിട്ടുള്ളൂ, ഇത്രേ നിങ്ങൾക്ക് അബൂബക്കർ സിദ്ദീഖിൽ നിന്ന് കിട്ടുള്ളൂ, ഇത്രേ നിങ്ങൾക്ക് ഉമർ ഖത്താബിന്റെ ചര്യയിൽ നിന്ന് കിട്ടൂ, ഇത്രേ 4 ഖുലഫാഉർ റാഷിദീങ്ങളിൽ നിന്ന് കിട്ടൂ. എന്നാൽ ഈ അധികരിച്ച റക്അത്തുകളും അത് പാർട്ടാക്കുന്നതും അത് അവിടെ പോയി ചെയ്യണതും ഇവിടെ പോയി ചെയ്യണതും ളറൂറത്തില്ലാതെ 2 ഇമാമ് നിൽക്കുന്നതും പാകിച്ച് 2 ഇമാമിയങ്ങൾ നിൽക്കുന്നതും ഇതെല്ലാം വസയറഖ്തിലാഫൻ കസീറ. ഏറ്റവും ബെസ്റ്റ് വീട്ടിൽ സ്വന്തം തഹജ്ജുദായിട്ട് നിസ്കരിക്കുന്നതാണ്. അതിന് കഴിയാത്തവർക്ക് ഇമാമിന്റെ കൂടെ തറാവി നിസ്കരിച്ചാൽ കുത്തിബ ലഹു ഖിയാമു ലൈല. ഇനി ഒരു ഇമാമ് 8 നിസ്കരിച്ചിട്ട് പോയി, നമ്മൾ എന്ത് ചെയ്യും? എന്താ നമ്മൾ ചെയ്യുക? അപ്പൊ നമ്മുടെ നിയന്ത്രണത്തിന് പുറത്തുള്ള ഒരു കാര്യമാണ്, നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മൾ ഉടനെ തന്നെ എഴുന്നേറ്റിട്ട് അവിടുന്ന് 1 റക്അത്തും കൂടെ നമസ്കരിച്ചിട്ട് 9 ഒറ്റയാക്കി നിസ്കാരം പൂർത്തിയാക്കി പോരുക. അല്ല, നിങ്ങൾക്കത് 11 വരെ ആക്കണമെങ്കിൽ 2 റക്അത്തും പിന്നെ 1 റക്അത്തൂടി നിസ്കരിച്ചിട്ട് ഒറ്റയാക്കി 11 പോരണമെങ്കിൽ അതുമാവാം. അല്ലാതെ വേറൊന്നിലേക്കും പോകേണ്ടതില്ല. ഇതാണ് നബിയിൽ നിന്നും സ്വഹാബത്തിൽ നിന്നും കിട്ടിയതനുസരിച്ച് നമുക്ക് മാക്സിമം പോകാവുന്ന കാര്യം. ഈ നമസ്കാരം അതിപ്പോ ഖിയാമു ഞാൻ ലൈലത്തുൽ ഖദറിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. അതിനിടയ്ക്ക് ഈ കാര്യങ്ങളിലേക്ക് വന്നു പോയതാണ്. ഏതാണെങ്കിലും ശരി, ലൈലത്തുൽ ഖദറിൽ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ വീട്ടിൽ നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ ആ രാത്രി കുറച്ചും കൂടി ടൈം എടുത്തിട്ട് നമസ്കരിക്കുന്നു, രാത്രിയെ ജീവിപ്പിക്കുന്നു. ഇനി നമസ്കാരത്തിൽ അത്രയ്ക്കേ നിൽക്കാൻ കഴിയുന്നുള്ളൂവെങ്കിൽ അയാൾക്ക് ഇരുന്ന് നിസ്കരിക്കാവുന്നതാണ്, പ്രയാസങ്ങളില്ല. ഇനി ഒരാൾക്ക് നമസ്കാരത്തിന് കൂടുതൽ കഴിയുന്നില്ല എങ്കിൽ ആ രാത്രി കുറച്ചും കൂടി സമയം ഇബാദത്തിൽ കഴിച്ചു കൂട്ടണമെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യാം, അള്ളാഹുവിന്റെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കാം, നമ്മുടെ കാര്യങ്ങളെല്ലാം അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ സ്വകാര്യങ്ങൾ അള്ളാഹിനോട് നമുക്ക് നമ്മുടെ സ്വകാര്യമായ ദുഃഖങ്ങൾ പ്രയാസങ്ങൾ അത് നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം. അങ്ങനെയല്ലാതെ അതിൽ ലൈലത്തുൽ ഖദറാകുമെന്ന് പ്രതീക്ഷിക്കുന്ന രാത്രിയാണെങ്കിൽ അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി അതും കൂടി നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഇതല്ലാതെ വേറൊരു സംഗതിയില്ല. പക്ഷേ ആ രാത്രി മറ്റു കാര്യങ്ങളൊക്കെ ശരിയാക്കിയ ഒരാൾക്ക് ആ രാത്രിയിലും അയാളുടെ കാര്യങ്ങൾ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. അത് ഞാൻ വിശദീകരിക്കാൻ പോണില്ല. അതാണ്. ഇനി അതേ